നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്യേണ്ട 3 സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കീബോർഡിനകത്തുള്ള 2 സെറ്റിങ്സും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സും. കീബോർഡ് ഹാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ കീബോർഡ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോ റെക്കോർഡാകും. അപ്പോൾ നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട കാർഡ് ഡീറ്റെയിൽസുകൾ, അതിൻ്റെ CVV, കാർഡ് നമ്പർ, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്വേഡ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കീബോർഡിലാണ്. കീബോർഡ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ആ പാസ്വേഡും ആ ഡാറ്റ ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളത് അറിഞ്ഞിരിക്കേണ്ട 3 സെറ്റിങ്സാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഞാൻ വാട്സപ്പിനകത്താണ് കീബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളുടെ കീബോർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിനകത്ത് ഇതുപോലത്തെ കീബോർഡ് കാണാൻ സാധിക്കുക. സാധാരണ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വോയിസ് ടൈപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡിലായിരിക്കും അധികം ആളുകൾ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡ് തന്നെ ഗൂഗിളിൻ്റെ Gboard എന്നുള്ള കീബോർഡാണ്. ഒട്ടനേകം ഫീച്ചറുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കീബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ കീബോർഡിനകത്താണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്ന 2 സെറ്റിങ്സ്. അപ്പോൾ ഈ ഒരു കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ഏറ്റവും മുകളിൽ ഈ കാണുന്ന സെറ്റിങ്സ് കാണും. സെറ്റിങ്സിൻ്റെ ഐക്കൺ. ഈ കീബോർഡിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. കീബോർഡിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 സെറ്റിങ്സാണ്. നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട 2 സെറ്റിങ്സാണ്. ഇതിൽ ഒന്നാമത്തെ നോക്കുക, ഷെയർ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കീബോർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഗൂഗിളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾ ഏതെങ്കിലും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പാസ്വേഡോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പാസ്വേഡൊക്കെ നിങ്ങൾ കീബോർഡിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീബോർഡിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആ കാര്യങ്ങൾ മുഴുവൻ അത് ഗൂഗിളിലേക്ക് ഷെയർ ചെയ്യപ്പെടും. പിന്നീട് അത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഗൂഗിളിൽ നിന്ന് നമ്മുടെ ഫയലുകൾ ലീക്കാവുകയോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെടും. ബാങ്ക് അക്കൗണ്ട് കാലിയാകുകയൊക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സെറ്റിങ്സ് ഇത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് ഇതിനകത്ത് കുറച്ച് താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓഡിയോ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു വയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്ത്, നമ്മുടെ ഗൂഗിളിൻ്റെ ഈ ഒരു കീബോർഡിനകത്ത് നമ്മൾ സംസാരിക്കുന്ന, ഇപ്പോൾ വോയിസ് ടൈപ്പിംഗ് സൗകര്യമുള്ള കീബോർഡാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മടിയുള്ള ആളുകൾക്ക് ജസ്റ്റ് സ്പീക്കർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യം കൃത്യമായി ടൈപ്പ് ചെയ്ത് തരും. ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന കാര്യം ഇതുപോലെ തന്നെ ഇത് ഡൊണേഷനായിട്ട് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ വോയിസിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 2 സെറ്റിങ്സ് നമ്മൾ തീർച്ചയായും ഇതിനകത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് സാധാരണ ഹാക്കിങ്ങിൻ്റെ മെത്തേഡിലൂടെ സംഭവിക്കുന്നതാണ്. എന്നാൽ ഇവിടെ അത് ഗൂഗിളിലേക്കാണ് ഷെയർ ചെയ്യുന്നത്. അത് ഹാക്കിംഗ് എന്നല്ല, പക്ഷേ എന്തെങ്കിലും ബൈ ചാൻസിൽ ഗൂഗിളിൽ നിന്ന് ഡാറ്റകൾ ചോർന്നു പോയോ അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധ മൂലം നമ്മുടെ ഗൂഗിളിൽ നിന്ന് നമ്മുടെ ഡാറ്റകൾ മറ്റു തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ 2 സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ്. നമ്മൾ പല സ്ഥലത്തു നിന്നും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് കയറുമ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ അറിയാതെ ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ആകും. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ആപ്പ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്പായിരിക്കില്ല ഡൗൺലോഡ് ആകുക. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യപ്പെടും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓൺ ചെയ്ത് വെക്കണം. കാരണം മൊബൈൽ ഫോൺ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട അധികം ആളുകൾക്കും സംഭവിക്കുന്ന ഒന്നാണ് അവരുടെ അറിയാതെ അവരുടെ ഫോണിലേക്ക് ചില ആപ്പുകൾ ഡൗൺലോഡ് ആകുക എന്നുള്ളത്. പ്രത്യേകിച്ച് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമ്മളറിയാതെ ചില ആപ്പുകളൊക്കെ ഓപ്പണായിട്ട് ഡൗൺലോഡായിട്ട് വരും. പിന്നീട് ആ ഒരു ആപ്പായിരിക്കും നമ്മുടെ ഫോൺ നിയന്ത്രിക്കുകയും നമ്മുടെ ഡാറ്റകളൊക്കെ ആരാണോ ആ ഒരു ആപ്പിൻ്റെ ഡെവലപ്പർ അയാൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിയാതെ ഏതെങ്കിലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള സൗകര്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ട്. അപ്പോൾ ഞാൻ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ മൊബൈൽ ഫോണാണ്. ഫോണിനും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ എല്ലാ ഫോണിനകത്തും ഈ ഫീച്ചറുണ്ട്. ഇപ്പോൾ ഓപ്പോ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ സാധാരണ എല്ലാ ഫോണിനകത്തും ഇൻസ്റ്റാൾ അൺനോ ആപ്സ് എന്നാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഓപ്പോ മൊബൈൽ ഫോണിനകത്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ ചോയ്സസ് എന്നാണ് കാണാൻ സാധിക്കുക. അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ അൺനോ ആപ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഇൻസ്റ്റാളേഷൻ ചോയ്സസ് എന്ന് മുകളിൽ കാണുന്ന ഈ പേരിലൊന്ന്
ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നോക്കുക ഏതൊക്കെ ഭാഗത്താണ് ഇത് ഓണായി കിടക്കുന്നത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണകത്ത് ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിനകത്ത് ഗൂഗിൾ ക്രോമായിരിക്കും ഓണായി കിടക്കുക. അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഗൂഗിൾ ഡ്രൈവിനകത്ത് ഇതുപോലെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ ഇത് ഓണായി കിടക്കുന്നോ അതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഗൂഗിൾ ക്രോമിലൂടെ സാധാരണ ഗൂഗിളിലൂടെ നമ്മൾ ഓരോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മളറിയാതെ ചില തേർഡ് പാർട്ടി ആപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകും. ഇങ്ങനെ ഡൗൺലോഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല, ജസ്റ്റ് അങ്ങ് ഡൗൺലോഡ് ആകും. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്പ് നമ്മളറിയാതെ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോപ്പപ്പ് വരും, ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്, ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ ഭാഗം നമ്മൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ് ആപ്പുകൾ അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്പ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകും. ചിലപ്പോൾ ആ ഒരു ആപ്പ് ഏതെങ്കിലും ഡാറ്റ ചോർത്തുന്ന ആപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവുകയും ചെയ്യും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരെ കാലിയാകാൻ കാരണമാകും. അതുപോലെ ഏതെങ്കിലും ഭാഗത്ത് ഈ സെറ്റിങ്സ് നിങ്ങൾ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിലേക്ക് ഇത്തരത്തിൽ ആപ്പുകൾ പ്രവേശിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.